ഹായ്. അപ്പൊ ദേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഒരു ചിക്കൻ റെസിപ്പി കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ സ്പോട്ടിൽ കണ്ടതാണ്. അപ്പൊ ഞങ്ങൾ അത് ചെയ്യാൻ പോണേണ്. ഞാനല്ല ചെയ്യാൻ പോണ, നമ്മുടെ സുധപ്പനാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാണും, സുധപ്പൻ അത് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ സുധപ്പൻ്റെ ഫ്രിഡ്ജിലിരുന്ന ചിക്കനെയൊക്കെ ഐസൊക്കെ വിടിയിച്ച് ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹം ആയതുകൊണ്ട് തന്നെ ചിക്കനെയൊക്കെ വലിച്ചു പറിച്ചെടുത്തിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. ആളതിൽ ഭയങ്കര ത്രില്ലായിട്ട് നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. കുക്കിംഗ് എന്തോ ആൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ചെയ്തോട്ടെ എന്ന് കരുതി അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഉച്ചക്കലത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ബാക്കി ഉണ്ടായിരുന്നു. അതവിടെ ഇരുന്നുകൊണ്ട് കുറമുറാന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സുധപ്പൻ പൊടികളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ പൊടികളാണ് ഇടണ്ടേന്ന്. ആ വീഡിയോയിൽ മഞ്ഞപ്പൊടി ഇടുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ പിന്നെ കൊച്ചിനൊക്കെ കൊടുക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ സൈഡിൽ കൂടി നിന്ന് പറഞ്ഞു ഇട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂലല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ വീഡിയോയിൽ കാണിച്ചപ്പോൾ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഓർത്ത് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ മതി എന്നൊക്കെ വിചാരിച്ച് ഞാനതങ്ങനെ അടച്ച് വെച്ചെങ്കിലും സംഭവം എനിക്കങ്ങനെ അത്രയും ക്ലിക്കായില്ല കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണമായിരുന്നു, എന്നാലല്ലേ ചിക്കൻ വേവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സുധപ്പനോട് പറഞ്ഞപ്പോഴുണ്ടടാ ഒരു കടൽ പോലെ ആക്കി കളഞ്ഞ് കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ച്. അങ്ങനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ആ ചിക്കൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സ്മെല്ല് കാര്യങ്ങളൊക്കെ വീട്ടിൽ അധികം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനൊരു ചിക്കൻ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനിടയ്ക്ക് എനിക്ക് മറ്റേ മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് വേപ്പില ഇട്ടിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ടെ സംഭവം കൊള്ളാട്ടോ. നമ്മൾ വെറുതെ സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് അതൊരു വേറെ ടേസ്റ്റ്, ഇതൊരു വേറെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ടാറ്റാ.